ഗോവയിലുള്ള മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മഡ്ഗോവയിൽ എത്ര വരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തേക്കുള്ള വഴി തപ്പി നടക്കുകയാണ്. അങ്ങോട്ടാണ് ഇങ്ങോട്ടാന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ലിഫ്റ്റ് പിടിച്ച് ബ്രിഡ്ജിലേക്ക് കയറി. ലിഫ്റ്റ് പിടിക്കാന്ന് പറഞ്ഞാൽ താഴത്ത് ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റിലൂടെ ഞങ്ങൾ ബ്രിഡ്ജിൽ കയറി. ബ്രിഡ്ജിലൂടെ നമ്മൾ പുറത്തേക്കുള്ള വഴിക്ക് എത്തി. പുറത്തുള്ള വഴികളിൽ ഒന്ന് രണ്ട് ആളുകൾ ഞങ്ങളെ ഇങ്ങനെ വന്ന് കണ്ടു. നിങ്ങൾക്ക് റെന്റ് കാർ വേണോ, റൂം വേണോ, ടാക്സി വേണോ, ഗൈഡ് വേണോ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിച്ചു. ഈ ആള് ഞങ്ങളെ കുറെ നേരമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അതെല്ലാം വേണ്ടാന്ന് വെച്ച് കുറച്ചും കൂടി മുന്നോട്ട് നടന്നു ചെറിയ പെട്ടിക്കടയിൽ കയറി. ഇതൊരു ഫ്രണ്ട്ലി ബഡ്ജറ്റ് ട്രിപ്പ് ആയതിനെ കൊണ്ട് തന്നെ ചെലവുകളൊക്കെ വളരെ കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് സമൂസ, അതുപോലെ തന്നെ ചായ, അവിടുത്തെ കോഫീൻ്റെ പാത്രം കണ്ടോ നിങ്ങൾ, വളരെ ചെറിയൊരു മൂടി പോലത്തെ ഗ്ലാസ്സിലാണ് നമുക്ക് അവിടുന്ന് ചായയൊക്കെ കിട്ടാറ്. അപ്പോൾ അവിടുന്ന് ആരോ പറയണത് കേരളത്തിലാണെങ്കിൽ വലിയ ഗ്ലാസ് കിട്ടുമായിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ ആ സമൂസ കഴിച്ച ആ പെട്ടിക്കടലിൻ്റെ മുന്നിൽ തന്നെ ചെറിയ കുട്ടി ബസ് പിടിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് സ്റ്റാൻഡിലേക്ക് പോണ ആ ചെറിയ കുട്ടി ബസ് നല്ല തിരക്കായിരുന്നു. അത് എത്തി ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു AC ബസ് ടിക്കറ്റ് എടുത്തു. നമ്മൾ നേരെ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഗോവ പനാജിയിലേക്കായിരുന്നു പോണത്. പനാജിയിലേക്ക് ഞങ്ങൾ AC ബസ്സായിരുന്നു കയറി. അടിപൊളി ബസ്. അവരുടെ സീറ്റ് കറക്റ്റ് ആക്കിയിട്ട് ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് നിന്ന് പോകാനൊന്നും പറ്റില്ല. അവിടെ ഓരോ ബസ് വരുമ്പോൾ എത്ര സീറ്റുകളാണോ ആ സീറ്റിനനുസരിച്ചാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുക. അങ്ങനെ ഇത് പനാജി ബസ് സ്റ്റാൻഡാണ്. ഞങ്ങൾ അവിടുന്ന് നേരെ ഇനി നമുക്ക് ബാഗ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബാഗ ബീച്ചിലേക്കുള്ള ട്രെയിനും ഒക്കെ ബസ്സും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ 20 നമ്പർ ബസ്സാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നല്ല മഴയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പ് കൊളാകുന്നുള്ളൊരു ചെറിയൊരു പേടി മനസ്സിലുണ്ട്. മഴ പെയ്താൽ പിന്നെ പുറത്തിറങ്ങാൻ കഴിയൂല ഗൈസ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, മെല്ലെ ബാഗ ബീച്ചിലേക്കുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചും കൊണ്ട് ഇങ്ങനെ നടന്നു. അങ്ങനെ ബാഗ ബീച്ചിന്റെ സ്റ്റാൻഡിലെത്തിയപ്പോൾ ഒരു ചേച്ചി ഞങ്ങൾ വന്ന് കണ്ടു. ചേച്ചി തമിഴാണ്. അപ്പോൾ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു, സാർ നല്ല റൂം ഇருக்கு സാർ, ഹോട്ട് വാട്ടർ ഇருக்கு സാർ, കോൾഡ് വാട്ടർ ഇருக்கு സാർ, സ്യൂട്ട് റൂം സാർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ റൂം കാട്ടിത്തരാൻ വേണ്ടി കൊണ്ടുപോയതായിരുന്നു നേരത്തെ കണ്ടത്. ഞങ്ങൾക്ക് ആ റൂമൊന്നും പറ്റിയില്ല. കാരണം റൂം തുറന്നപ്പോൾ തന്നെ ഒരു ബാഡ് സ്മെല്ലൊക്കെ വന്നു. ഞങ്ങൾ നേരെ ബീച്ച് ഭാഗത്ത് എവിടെയെങ്കിലും റൂം എടുത്താലോ എന്ന് കരുതി ഞങ്ങൾ ആ ബീച്ച് ഭാഗത്തേക്ക് നടക്കുകയാണ്. അപ്പു ഇതിന് മുന്നേ ഗോവയിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അപ്പുവിനറിയാം ബീച്ച് ഡോർമെറ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റൂം അപ്പു എവിടെയോ കണ്ടിക്കണം. അങ്ങനെ ഞങ്ങൾ അപ്പു റൂം എടുക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോവാണ്. ഞങ്ങൾക്ക് ആർക്കും വേറെ ഒരു ഐഡിയ ഇല്ലാത്ത നടത്തമാണ് സാർ ഈ നടക്കുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നു കൊടുക്കുക. ഏകദേശം ബീച്ചിലേക്ക് ഇനി ഒരു 100 മീറ്ററോളും. അതിന്റെ പോണ വഴിക്കൊക്കെ ലിക്കർ ഷോപ്പ്, അതുപോലെ തന്നെ ഒരുപാട് ഡ്രസ്സിൻ്റെത്, പിന്നെ ഓർണമെന്റ്സ്, പിന്നെ അതുപോലെ തന്നെ കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പുകളൊക്കെ കണ്ടു. ഓരോരുത്തർ അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പെട്ടെന്ന് ഒരു ചേട്ടൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, സാർ അടിപൊളി റൂം എടുക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 7 ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് 7 ആൾക്കാർക്ക് കൂടി ഒരൊറ്റ റൂം മതിയത്. അപ്പോൾ ഒക്കെ പറഞ്ഞു. ഞങ്ങൾ റൂമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. റൂമിലൊക്കെ കയറി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാനും ജിത്തും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഈ കാണുന്നത്. വെള്ളവും കൈമലി ലൈസും ആണ്. ജിത്തു നേരെ എവിടെയാ പോണെന്ന് അറിയോ ഗൈസ്? നോക്കൂ എവിടെയാ കയറിയതെന്ന്. ആൽക്കഹോൾ ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. അപ്പൊ ആരും മദ്യപിക്കാനോ നിൽക്കരുത്. ഇത് ചുമ്മാ കയറി ഒന്ന് വാങ്ങിയതാണ്. ഒരു ആഗ്രഹം, ജസ്റ്റ് ഒന്ന് ചില്ലാക്കാൻ വേണ്ടി മാത്രം. പിന്നീട് അവനെ ഇഷ്ടപ്പെട്ടത് ഗുവാ ബെക്കാഡിയാണ്. കണ്ടോ ഉയ്യനെ കണ്ടോ, എന്താ സ്നേഹവും ബെക്കാഡി എന്നോട്. അപ്പൊ അവൻ ഇങ്ങനെ കുറെ നേരം ഉയിഞ്ഞുകൊണ്ടിട്ട് അവിടെയൊക്കെ മദ്യത്തിന് വെച്ച് ബാക്കി എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ കുപ്പി വെള്ളം അവൻ വാങ്ങിയത് 40 രൂപയ്ക്കാണ്. നമ്മളിവിടെ 30 രൂപയുള്ളൂ. 10 രൂപേന്റെ ലൈസിന് 20 രൂപ. എന്ത് പാക്കറ്റുകൾ വാങ്ങിയത് MRP അവർ നോക്കൂല. അവരെന്താണോ പറയണത് അതാണ് റൈറ്റ്. ഞങ്ങൾ റൂമിലൊക്കെ കയറി ചില്ലാക്കി 2 സ്റ്റെപ്പൊക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾക്ക് ചിക്കിങ്ങിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പോണ വഴിക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഓരോരുത്തർ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് അക്ഷയ് വ്ളോഗ്സിന്റെ ആ വീഡിയോ എടുക്കലാണ് നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടത്. അങ്ങനെ ഞങ്ങൾ നേരെ ചിക്കിങ്ങിലേക്ക് പോവാണ്. ചിക്കിങ്ങിൽ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു. എന്തോ 9 പീസസ് ചിക്കന് 400 500 അങ്ങനെ എന്തോ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇവരെ കൂടെ വെറുതെ പോയി. അവിടെ എത്തിയപ്പോൾ ഏകദേശം മൂടാണല്ലോ എല്ലാവർക്കും. അപ്പൊ എല്ലാവരും അവിടെ നിന്ന് ചിക്കൻ കയറി ഫുഡെല്ലാം കഴിച്ച് വരുന്നേക്ക് ഗൈസ് ഈ ഒരു പ്രതിമയെ കണ്ടു. ഈ സാധനം ഞാൻ കുബേരൻ സിനിമയിൽ ദിലീപ് ചെയ്തിട്ട് മാത്രമാണ് കണ്ടത്. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഒരു അതിശയോ അല്ലെങ്കിൽ ഒരു ആശ്ചര്യം തോന്നി. ഇങ്ങനെയും ആളുകൾ, അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയും ആളുകളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീല് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം നേരെ ബാഗ ബീച്ചിൽ പോയി. ബാഗ ബീച്ചിലുള്ള കാഴ്ചകളാണിത്. ഏകദേശം ഒരു 5-5:30 മണിയായി കാണും. അപ്പം ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, ടൈം നോക്കാഞ്ഞിട്ടാണ് കേട്ടാ. അപ്പൊ ഞങ്ങൾ ഏകദേശം ബീച്ചിലെത്തി കുറെ നേരം നടന്ന് അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു. വെറുതെ ഒരു സീൻ പിടുത്തം, വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ ബീച്ചിൽ. അങ്ങനെ ഞാനും അർഷാദും വിജയും അപ്പും അതുപോലെ തന്നെ ജിത്തും ജിതിനും കുറച്ചു നേരം വെള്ളത്തിലെല്ലാം കളിച്ചു. ആ സമയത്ത് നമ്മുടെ പോലീസുകാർ അനൗൺസ്മെന്റും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്കിലൂടെ അവിടെ വിളിച്ചു പറയുന്നുണ്ട്. ഏകദേശം ഒരു ടൈം 6 മണി 6:30 ആകുമ്പോൾ അവർ പറയുന്നുണ്ട് എല്ലാവരും കരയിലേക്ക് കയറണം. ഹിന്ദി സംസാരിക്കാൻ അറിയില്ലെങ്കിലും ഗൈസ് കേട്ടാൽ എനിക്ക് മനസ്സിലാകും. അപ്പം അവര് എല്ലാവരും ബീച്ചിൽ നിന്ന് എന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് എല്ലാവരും കരയിലേക്ക് കയറണം.
ഇനി വെള്ളത്തിൽ കളിക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചില കാര്യങ്ങള് സംശയം ഉണ്ടാകുമ്പോൾ ഞാൻ അർഷാദിനോടെ ചോദിക്കും. അവൻ കുറച്ചു കാലം ഗൾഫിലും കാര്യങ്ങളൊക്കെ പുറത്തൊക്കെ ജോലി ചെയ്തതുകൊണ്ട് ചില ഹിന്ദികളൊക്കെ അവനും മനസ്സിലാവും. പക്ഷെ അവന്റെ ഹിന്ദിയിൽ ഇടയ്ക്കിടയ്ക്ക് ലെക്ത 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 അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ എന്താ ലെക്ത എന്ന് വെച്ചാല് അത് അവനും അറിയില്ല, പറഞ്ഞാൽ ആർക്കും മനസ്സിലാവണില്ല. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം വൈകുന്നേരങ്ങളിൽ ബീച്ച് കളിച്ചപ്പോൾ ആദ്യം മനസ്സിനൊരു മടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതാണോ ഇപ്പൊ ഗോവയിലെ ബീച്ച്, ഇതിനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ തോന്നി. ഗായ്സ്, ഒരു 7 മണി ഇരുടായപ്പോ ബീച്ചിന്റെ മുഖം ആകെ മാറി. ഇത് നോക്കൂ, ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ പബ്ബുകളും പാർട്ടികളും എല്ലാം തുടങ്ങിയപ്പം ആകെ ഗോവ ബീച്ച് ഒരു കളറായി. ഞങ്ങൾ പിന്നെ പോണത് ഏകദേശം 10:30-11 മണി വരെ ആയിരുന്നു. ആ സമയം മൊത്തം ഞങ്ങൾ ബീച്ചിൽ തിരിഞ്ഞു നോക്കി. ഇത് നോക്കൂ, ഐ ലവ് ബീച്ച്, ബീച്ച് ബാറുകളുണ്ട്, റെസ്റ്റോറന്റുകളുണ്ട്, അതുപോലെ തന്നെ പബ്ബുകളുണ്ട്, ഒരുപാട് ഗെയിംസുകളൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുപാട് നേരം ഈ ഐ ലവ് ഗോവ എന്നുള്ളതിന്റെ ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ വെള്ളത്തിൽ കളിച്ച് വന്നിട്ട് തലകുത്തി മറലും അങ്ങനെ ഒരുപാട് പരിപാടികൾ ഞങ്ങൾ ഇതിന്റെ ഇടയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ എന്താ പറയാ, ഞങ്ങള് ബീച്ചിൽ കുറച്ചു നേരം അവിടെ നിന്നു, തിരിഞ്ഞു കളിച്ചു. പുതിയ പുതിയ ആളുകളൊക്കെ അവിടുന്ന് പരിചയപ്പെടുന്നുണ്ടായിരുന്നു. അർഷാദ്, എനിക്ക് ഹിന്ദി അങ്ങനെ അറിയാത്തതിനെ കൊണ്ട് ആരോട് എന്ത് സംസാരിച്ചാലും എല്ലാവരും ഹിന്ദി അറിയാത്തതിനെ കൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഞാനും എല്ലാ ക്യാമറ ആയിട്ട് ഇവരെ വൈത്താലം ഇങ്ങനെ നടന്നു. അപ്പൊ ഈ ഐ ലവ് ഗോവയിൽ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നപ്പോൾ പിന്നെ ജിതിനും ജിത്തും ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളൊന്ന് റൂം പോയി വരാറുണ്ട്. പിന്നെ ഞാനും അർഷാദും മാത്രം കുറച്ചു നേരം ബീച്ചുകൾ ഒക്കെ നടന്നു. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.